ഇന്ന് അതിരാവിലെ തന്നെ കോഴിക്കോടുള്ള ഒരു അമ്പലത്തിലോട്ട് പോകാൻ തീരുമാനിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തുള്ള മയിലാടുംകുന്ന് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു മുരുകൻ്റെ അമ്പലമുണ്ട്. ഇന്നത്തെ യാത്ര അങ്ങോട്ടേക്കാണ്. കുറച്ച് കുന്നും മലയൊക്കെ കയറി മഞ്ഞിലിങ്ങനെ പൊതിഞ്ഞ് നിൽക്കണ ഈ മുരുകൻ്റെ അമ്പലത്തിലേക്കാണ് കേട്ടോ ഇന്നത്തെ മോർണിംഗ് ഞങ്ങളുടെ യാത്ര. എൻ്റെ കൂടെ അമ്മയുണ്ട്, അച്ഛനുമുണ്ട്. ഈ അമ്പലത്തിനെ മേൽപ്പഴനി എന്നും അറിയപ്പെടും. കോഴിക്കോട് ടൗണിൽ നിന്നും ഏകദേശം ഒരു 8-10 കിലോമീറ്റർ ദൂരം വരും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ അമ്പലത്തിലോട്ട് പോകുന്നത്. ഞങ്ങൾ 6 മണിക്ക് എത്തിയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ലായിരുന്നു. വളരെ ശാന്തമായ സമാധാനത്തോടെ നടക്കാൻ പറ്റുന്ന ഒരു അമ്പലം. അധികം ബഹളങ്ങളോ തിരക്കുകളോ ഒന്നുമില്ലാതെ മനസ്സ് ശാന്തമാക്കാൻ പറ്റിയ ഒരേ ഒരു സ്ഥലം. അമ്പലത്തിൻ്റെ എക്സ്റ്റീരിയറൊക്കെ ഒരു തമിഴ്നാട് ടച്ചുണ്ട്. നല്ല ഭംഗിയില്ലേ ഇതൊക്കെ കാണാൻ. ഇത്തരം കൊത്തുപണികളും ഇങ്ങനത്തെ ഡിസൈൻസും തൂണുകളും ഒന്നുമില്ലാത്ത അമ്പലങ്ങളാണ് നമ്മുടെ നാട്ടിൽ മുഴുവനും. പക്ഷേ ഇതൊരു നമുക്കൊരു വെറൈറ്റി ഫീൽ തരും. ഇത് ഇവരിവിടെ വളർത്തുന്നതാണെന്ന് തോന്നുന്നു. നല്ല ഇണക്കമുള്ളൊരു കോഴി. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവാത്തവർക്ക് ഇവിടെ വന്ന് തൊട്ടിൽ കെട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവും എന്നൊക്കെയാട്ടോ പറയാറ്. ഈ മയിൽപ്പീലി കൊണ്ടുള്ള കാവടി കണ്ടപ്പം ചെറുതായിട്ട് ഞാനും ഒന്ന് കാവടി തുള്ളാമെന്ന് വിചാരിച്ചു. ദൂരെ നോക്കിക്കേ, നല്ലൊരു മലയും അതിനൊത്ത മഞ്ഞും ഒരു ലൈൻ പോലെ ഇങ്ങനെ മല കാണുന്നില്ലേ. ഇത് ഈ അമ്പലത്തിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആട്ടോ. നല്ലൊരു വൈബായിരുന്നു അവിടെ നിൽക്കുമ്പോൾ. നല്ല തണുപ്പും കാറ്റും. പിന്നെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു പടികളുണ്ട്. ഈ അമ്പലത്തിന് 2 എൻട്രൻസ് ആണുള്ളത്. ഒന്ന് പടി കയറിയും വരാം, അല്ലാതെയും വരാം. ഈ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാട്ടോ ഇത്രയും മോർണിംഗ് ഞങ്ങൾ അവിടെ എത്തിയത്.